സുഹൃത്തുക്കളെ നമസ്കാരം. നിങ്ങളെ ഞാൻ ഇന്ന് 2 കാര്യം ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, റീൽസ് കുട്ടൂസിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അറിയില്ലേ? നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. ഇലക്ഷന്റെ സമയത്ത് ഓർമ്മ വന്നില്ലേ? ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആളുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം. ഈ സൈഡിൽ നോക്കിക്കോ. ഇതാണ് റീൽസ് കുട്ടൂസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ഷന്റെ സമയത്ത് ബിജെപിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ മെഴുകിയ ഒരു ചേച്ചിയാണിത് കേട്ടോ. പുള്ളിക്കാരി ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു നേതാവായിട്ട് തന്നെയാണ് ബിജെപിയിൽ നിൽക്കുന്നത്. കെ.എസ്.ആർ.ടി.സി ബസിന്റെ സ്റ്റെപ്പിന്റെ നീളം 1 ഇഞ്ച് കൂട്ടിയത് നരേന്ദ്രമോദിജിയാണ്. രാവിലെ 9 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കൃത്യം 9 മണിക്ക് ഓഫീസിലെത്തി നരേന്ദ്രമോദിജി ഇരിക്കും. എന്നിട്ട് വൈകുന്നേരം ഏറെ വൈകിയിട്ടും ഓവർ ടൈം വർക്ക് ചെയ്തിട്ടും നരേന്ദ്രമോദിജി അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകും. സ്വന്തം അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് ഫ്യൂണറൽ ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞ് നേരെ അദ്ദേഹം വന്നത് ഓഫീസിലാണ്. തൻ്റെ ആ ദിവസം മുഴുവനും ആ ഓഫീസിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം പിന്നീടാണ് ചടങ്ങുകൾക്ക് പോയത്. ഇത്രയും അധികം ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്ന ഏത് നേതാവുണ്ട് നമ്മുടെ നാട്ടിൽ? നമ്മുടെ കേരളത്തിലുണ്ടോ? നമ്മുടെ മറ്റ് രാജ്യങ്ങളിലുണ്ടോ? എവിടെയുമില്ല. അതുപോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നരേന്ദ്രമോദിജി എന്നാണ് റീൽസ് കുട്ടൂസ് പറയുന്നത് കേട്ടോ. ഞാനല്ല, റീൽസ് കുട്ടൂസ് ആണ് പറയുന്നത്. എന്തായാലും അത് നമ്മൾ അംഗീകരിക്കണം. ബിഗ് സല്യൂട്ട്, ഹാറ്റ്സ് ഓഫ് യു എന്നാണെങ്കിൽ പറയാം. ഇന്ന് റീൽസ് കുട്ടൂസിന്റെ പ്രഹസനം എന്ന് പറഞ്ഞാൽ അന്ന് ഇലക്ഷന്റെ സമയത്ത് പല പ്രഹസനങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഇന്ന് വന്നിരിക്കുന്ന പ്രഹസനങ്ങൾ, ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഉപദേശങ്ങളും കുറച്ചിങ്ങനെ അറിയാലോ പരിപാടികളൊക്കെയാണ്. അപ്പോൾ റീൽസ് കുട്ടൂസ് പറഞ്ഞത്, യു പിയിലും ബീഹാറിലും എന്താണ് പ്രശ്നം? എന്താണ് ബി ജെ പിയോട് നിങ്ങൾക്ക് ഇത്ര വിദ്വേഷം? ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളിൽ വന്നിരുന്നത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ബീഹാറിലും യു പിയിലും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്കൂളുകളിൽ പിള്ളേരെ അടിക്കുക, കുടിവെള്ളം കൊടുക്കാതിരിക്കുക, പിന്നെ അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലേ. ഈ വിവാഹാഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആളുകൾ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന ആളുകളെ അങ്ങോട്ട് മർദ്ദിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇതൊന്നും യു പിയിലും ബീഹാറിലും ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഒരു വാർത്ത കണ്ടു. ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അതും ഒരു സ്കൂളിൽ, അതും യു പിയിലോ ഗുജറാത്തിലോ ബീഹാറിലോ എവിടെയൊക്കെയാണ്. റീൽസ് കുട്ടേഴ്സ് പറയുന്നത് എന്താണ് അവിടെ പ്രശ്നമെന്ന് ഞാൻ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല ഈ ബീഹാറിലും യു പിയിലും ഇതിന് മാത്രം എന്ത് പ്രശ്നമുള്ളതെന്ന്. ഇവര് ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഇപ്പൊ ഞാൻ പറയില്ല ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ പോലും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡെവലപ്മെന്റ് എന്താന്ന് പോലും അറിയാത്ത, അതായത് ഞാൻ പറഞ്ഞ പോലെ ഫുഡ് പോലും കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ ഒരു നാടെടുത്താൽ ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാരും ആ നാട്ടിൽ ഉണ്ടാവും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവര് ചെയ്യുന്ന എന്താണെന്നറിയോ, ഈ അവിടെ ചെന്നിട്ട് ഈ തരത്തിൽ അതിദാരിദ്ര്യമായിട്ട് കിടക്കുന്ന എന്തെങ്കിലും സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ഥലം അത് മാത്രം ഹൈലൈറ്റ് ചെയ്യാണ്. അതവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും പുറത്ത്. കാരണം എന്താ അത് ചെയ്യുന്നത്? ശരിക്കും ഞാൻ പറയണേ, ഞാൻ ശരിക്കും ആലോചിച്ചു പോയി, എനിക്കൊരു PR ടീം ഉണ്ടായിരുന്നെങ്കിൽ ഈ നമുക്ക് അവരെ വെച്ചിട്ട് കുറെ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ PR ടീം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല ഈ അയ്യോടാ പാവം, യു പിയിലും ബീഹാറിലും ഒന്നും നടക്കുന്നില്ല. ഏതോ ഒരു ഏരിയ ഇപ്പൊ ഏറ്റുമാനൂർ വന്ന്, ഏറ്റുമാനൂർ ഫുൾ ഡെവലപ്ഡ് ആണ്. ഏറ്റുമാനൂർ മറ്റ് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യമാണ്. അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വെറുതെ എന്തിനാണ് ഈ യു പിയും ബീഹാറിനെയൊക്കെ കളിയാക്കുന്നതെന്നാണ് ചേച്ചി ചോദിക്കുന്നത്. എന്തൊരവസ്ഥയാണിത്! വല്ലതും പഠിച്ചിട്ടൊക്കെ ഈ പരിപാടിക്ക് ഇറങ്ങിക്കൂടെ മോളെ? പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസം കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിടുവായത്തരങ്ങളൊക്കെ പറയുള്ളൂ. കെ.എസ്.ആർ.ടി.സി ബസിന്റെ സ്റ്റെപ്പിന് നീളം കൂട്ടി നരേന്ദ്രമോദിജിയാണ് കഴിഞ്ഞ ദിവസം വന്ന് വെൽഡ് ചെയ്താണെന്നൊക്കെ പറയുന്നത് പോലെ എന്ത് ചെയ്താലും നരേന്ദ്രമോദിജിയാണ്. അവിടെ നരേന്ദ്രമോദിജി വേണോ എന്നൊക്കെ പറയുന്ന മോൾ എന്തൊരു കഷ്ടമാണ്. അങ്ങ് പശുവിനെ കൊന്നതിന്റെ പേരിൽ ഒരാളെ തല്ലിക്കൊന്ന അങ്ങ് യു പിയിലും ബീഹാറിലും ഒക്കെയാണ് കേട്ടോ. പല സംഭവങ്ങൾ ഉണ്ടാവുന്നത് യു പിയിലും ബീഹാറിലും. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നീ എന്തിനാണ് ഈ മോളെ കിടന്ന് മെഴുകുന്നത്? വേറെ ചോദ്യം, എന്തിനാണ് ബി.ജെ.പി പാർട്ടിയോട് ഇത്ര വിരോധം? ആ ചോദ്യത്തിന്റെ വീഡിയോ കൂടെ കാണിച്ചു തരാം. എനിക്കറിയില്ല എന്തിനാണ് ഈ തരത്തിലുള്ള ഒരു വിദ്വേഷം. കാരണം അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണം വർഗീയതയാണ്. പക്ഷെ ഈ നമ്മൾ എവിടെയാണ് വർഗീയത പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്താണ് ഞാനിപ്പോൾ കേട്ടത്? നിങ്ങൾ കേട്ടില്ലേ അത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ എവിടെയാണ് വർഗീയത പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. വർഗീയത പറയുന്നൊന്നുമില്ല ചില ആളുകൾ. നിങ്ങളുടെ അനുഭാവികളായിട്ടുള്ള PR ടീമായിട്ടുള്ള ശശികല ടീച്ചറെ പോലെയുള്ള, ഈ ഷൈനി മധുസൂദനെ പോലെയുള്ള, ലസിത പാലക്കലിനെ പോലെയുള്ള കുറച്ച് മക്കൾ, ഈ മക്കളാണ് ഈ ഈ പറയുന്ന വർഗീയത പറയുന്നത്. വേറെ ആരും പറയാറില്ല. ഇവർ പാർട്ടിയിലുള്ള ആളുകളുടെ ഒന്നും വായിൽ നിന്ന് വർഗീയത വരാറില്ല. പക്ഷേ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കും, ലാവ പോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. എന്താണ് വർഗീയത? ആ വർഗീയത വെച്ചുകൊണ്ട് ഈ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വരും. മോളെ, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മതങ്ങളെ അടിച്ചമർത്തുന്ന ഒരു വർഗീയതയല്ലേ അത്? മോൾക്ക് അറിയില്ലേ? അറിയില്ല, അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിക്കണം. അവർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ മോൾ അറിവുള്ള കുറച്ച് ആളുകളോട് സംസാരിക്കണം. അതല്ലാതെ വെറുതെ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ പാൽക്കുപ്പി സംസാരിക്കല്ലേ. നിങ്ങൾ വർഗീയത പറയുന്നില്ലായിരിക്കാം, ശരിയായിരിക്കും, ഞാൻ അംഗീകരിക്കും. നിങ്ങൾ വർഗീയത പറയുന്നില്ല, ഓക്കെ, അങ്ങനെയാണ് മോള് പറയുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ വർഗീയത കാണിക്കുന്നില്ലേ?
എന്തൊക്കെ തന്തയ്ക്ക് പറക്കാഴിയാണ് ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഹോട്ടലുകൾ, ആ ഹോട്ടലുകളിൽ ബീഫ് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോട്ടലുകൾ അടച്ചു പൂട്ടണമെന്നും അവരുടെ ഈ പറയുന്ന ഭീകരവാദികളുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കുറേ ന്യൂസ് കണ്ടിരുന്നു. ഹോട്ടലിൻ്റെ പേര് കണ്ടിട്ട് കുരു പൊട്ടുന്ന, അല്ലെ ഹോട്ടലിലുള്ള ഉടമകളുടെ പേര് കണ്ടിട്ട് കുരു പൊട്ടുന്ന, അങ്ങനെ കുറച്ച് ആളുകളാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത്. എൻ്റെ മോള് പറയണ വർഗീയത ഇല്ലാന്ന്. യോ, ബാക്കിയായിട്ട് പോകാം. എനിക്കറിയില്ല. ഇനി എന്റെ പേഴ്സണൽ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു പാർട്ടി, ഞാനിപ്പോ സത്യം പറഞ്ഞാൽ BJP അല്ല ഇവിടെ നിന്നത്. 2020 അത് BJP-യുടെ അല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ അപ്പോൾ BJP അല്ല. എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ BJP-ലാണ് നിൽക്കുന്നതെങ്കിലും NDA-ലാണ് 2010-ലാണ് നിൽക്കുന്നതെങ്കിലും എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഉണ്ട്. നോക്കുന്ന അത് നോക്കിയാൽ പോരെ. അപ്പൊ എന്തിനാ ഇവിടെ പാർട്ടി നോക്കുന്നത്? അപ്പൊ ഇത് അങ്ങനെയല്ല. ഈ പൊതുവെ ഈ പാർട്ടിയോട് ഒരു ഹേട്രഡ് ഉണ്ട്. എനിക്കറിയില്ല എന്തിനാണ് ഇത്തരത്തിൽ. അയ്യേ, ഈ പാർട്ടിയോട് കുറച്ച് ആളുകൾക്ക് വിരോധമുണ്ട്, അതുകൊണ്ട് പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന്. അല്ല മോളെ, ഈ പാർട്ടിയോട് എന്തിനാണ് ആളുകൾക്ക് ഇത്ര വിരോധം? അതെന്താ മോള് ചിന്തിക്കാത്തത്? മോള് പറയുന്നുണ്ട് ഈ പാർട്ടിയിൽ ഇങ്ങനെ ജാതീയത വർഗീയത ഒന്നും പറയുന്നില്ല എന്നുള്ളത്. വേടൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടു ഇവർ പറയുന്ന വർഗീയത. മറ്റുള്ള പല വിഷയങ്ങളിലും നമ്മൾ ഈ വർഗീയതയെല്ലാം കണ്ടതാണ്. നിങ്ങളുടെ ഈ കൂടെയുള്ള ആളുകൾ കാണിക്കുന്ന തോന്നിവാസങ്ങളെല്ലാം കണ്ടതാണ്. എൻ്റെ മോള് പറയുന്നത് ഈ നാട്ടിൽ വർഗീയതയില്ല, ജാതീയതയില്ല, BJP അങ്ങനെയുള്ള ഒന്നും ചെയ്യുന്നില്ല, BJP നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ, എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇവളുമാരെയൊക്കെ പോലെ ഉള്ളവളുമാരെയൊക്കെ ഇങ്ങനെ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ, ഇവളുമാരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ കോപ്രായങ്ങൾ കാണേണ്ടി വരും. ഇപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ, പല രീതിയിൽ പല സമയങ്ങളിലായിട്ട് പല മെഴുകലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം മോളെ. വർഗീയതയ്ക്കപ്പുറം, ജാതീയതയ്ക്കപ്പുറം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളല്ലാത്ത ആളുകളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതൊരു വർഗീയതയാണ്. അതേപോലെ തന്നെ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ശ്രേണീയ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചില ആളുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടിട്ട് അവർക്കെതിരെ സംസാരിക്കുമ്പോൾ അതും ഒരു ജാതീയത, അല്ലെങ്കിൽ അതും ഈ പറയുന്ന നിങ്ങളുടെ വർഗീയത, ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വരും. ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ, മുതിർന്ന ആളുകളോട് സംസാരിച്ചിട്ട് വേണം വന്നിരുന്നത് പോലെ ചർച്ചകൾ ചെയ്യാൻ. ഇങ്ങനെ വൃത്തികെട്ട പരാമർശങ്ങളുമായിട്ട്, ഇങ്ങനെ വെറുതെയുള്ള ആവശ്യമില്ലാത്ത മെഴുകലുകളുമായിട്ടൊക്കെ വരുമ്പോൾ പല രീതിയിലും പല സമയങ്ങളിലും നിങ്ങൾക്ക് ചീത്തവിളി കേൾക്കാം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ചിലപ്പോൾ മോളുടെ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ മോളുടെ പക്വത കൂടിപ്പോയത് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കാം. എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും നിൻ്റെയൊക്കെ മെഴുകലുകളും നിൻ്റെയൊക്കെ വൃത്തികേടുകളും അതൊക്കെ നിൻ്റെ കയ്യിൽ വെച്ചാൽ മതി. ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും, അല്ലെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്കും എല്ലാം നിങ്ങൾ എന്ത് സംഭാവനയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾ എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിക്കുന്നതെന്നും ഇവിടെ ഉള്ളവർക്കറിയാം. അറിയില്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാവും. എന്തായാലും അത് ഞങ്ങൾ എല്ലാവരെയും അറിയിക്കും. ഇനിയും കൂടുതൽ മെഴുകി BJP വലിയ മറ്റേതാണ്, നരേന്ദ്രമോദിജി ദൈവമാണ്, മോദിജിക്ക് നിങ്ങൾ പൂമാല ഇടണം, രാവിലെ തൊട്ട് പാലഭിഷേകം നടത്തണം, വീട്ടിൽ നിലവിളക്കിനൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ടി ഗുരുദേവനോ അല്ലെങ്കിൽ യേശു അയ്യപ്പനോ അല്ലെങ്കിൽ ശിവനോ ഒക്കെ ഇരിക്കുന്നതിൻ്റെ കൂട്ടിൽ പ്രതിഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് മോളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ മോളുടെ കൂട്ടുകാരോ ഒക്കെ കാണും. അങ്ങനെയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് വിചാരിക്കല്ലേ മോളെ. അതുതന്നെയാണ് കേരളവും UP-യും ബീഹാറിലും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിലുള്ള ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്, UP-യിലും ബീഹാറിലുള്ള ആളുകളെ മണ്ടന്മാരാക്കിക്കൊണ്ട്, ബുദ്ധിയുള്ള ആളുകളില്ല എന്നല്ല, ബുദ്ധിയുള്ള ആളുകളുണ്ട്, പക്ഷേ പണം വാരി എറിഞ്ഞുകൊണ്ട് അവരെ കൂടി കയ്യിലെടുത്തുകൊണ്ട് മണ്ടന്മാരാക്കിക്കൊണ്ട് ചാണകം തീനികളാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.